ഗൈസ് അസ്സലാമു അലൈക്കും. ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഉമ്മ വരികയാണ്. അപ്പൊ ഞങ്ങളുടെ ഉമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷാണ് ഗൈസ് എല്ലാരും മുഖത്തും കാണുന്നത്. ഇതാ ഹായ് റിലു റിതു ഹായ് പറ ജസിമോനെ. ഇതാ ഞങ്ങളെ കൂടെ ഞങ്ങളെ ബ്രദറുണ്ട്. അവരെ ഹായ് പറയൂ ബ്രദർ. അപ്പം പറ. എല്ലാരും എന്താ ആകാംക്ഷയിലാണ് ഉമ്മനെ കാണാൻ. 1 വർഷത്തിന് ശേഷം ഉമ്മ നാട്ടിലേക്ക് വരികയാണ് ഗൈസ്. 2 വർഷമാണേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ട് കുറച്ചായി വന്ന് പിന്നെ പോയതാ. അപ്പൊ ഗൈസ് ഇനി ഉമ്മനെ കൂട്ടി വരുമ്പോ അല്ല അവിടെ എത്തിയിട്ട് ഉമ്മനെ കാണുന്ന എക്സൈറ്റ്മെന്റ് അങ്ങനത്തെ ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യാട്ടോ. ഉമ്മൻ്റെ ഫ്ലൈറ്റ് എയർക്കാണ് ലാൻഡ് ആവാന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളിതങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഞങ്ങൾ 6:15 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം പിന്നെ 7 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തിയല്ലോ. എയർപോർട്ടിൽ എത്തിയിട്ടോ. എയർപോർട്ടിലെത്തുമ്പോൾ എന്തെന്നില്ലാതെ സന്തോഷം കേട്ടോ. കാരണം നമ്മൾ തിരിച്ച് പുറപ്പെടലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ആഗമനത്തിലല്ലേ. അപ്പോൾ ഇറങ്ങുന്ന ആ ഒരു ഇതിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആൾക്കാർ നമ്മൾ കൂട്ടാൻ പോകുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെ കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തി 8 മണിയായിട്ടും ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ടെങ്കിലും ആളിവിടെ പുറത്തെത്തിയില്ല കേട്ടോ. ഉമ്മനെ ഞങ്ങൾ മക്കളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഫ്ലവർ പിടിച്ച് നിൽക്കുന്ന കാക്കനെ കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ടോ. കാരണം ആൾ കുറേ നേരമായി ആർക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ മുഖത്ത് കാണുന്നൊരു സന്തോഷമേ ഭയങ്കരം തന്നെ. അങ്ങനെ ഇതാക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നതിൽ ഉമ്മനെ കണ്ട് താത്തൻ്റെ മക്കൾ ഓടിയിട്ടോ. ഓടിച്ചെന്ന് ഉമ്മനെ പോയിട്ട് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ പിന്നെ ഉമ്മ തിരിഞ്ഞ് അങ്ങോട്ടാണ് നടന്നേ. ഞങ്ങൾ ഈ ഭാഗത്തായിരുന്നു നിന്ന്. പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് കേട്ടോ. അങ്ങനെ താത്ത ഓടിച്ചെന്ന്. ഓളപ്പുറത്തോടെ അപ്പോഴേക്ക് ഓടിച്ചെന്ന് ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച്. കാരണം നമ്മൾ കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണല്ലോ. അങ്ങനെ ഞാനും പിന്നെ ക്യാമറയൊക്കെ മാറ്റി പിടിച്ച് ഞാനും ഉമ്മനെ പോയിട്ട് വേഗം ഹഗ്ഗൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കുന്ന പെട്ടി ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് പോന്നു കേട്ടോ. കാരണം വീട്ടിൽ ഉപ്പയും താത്തൻ്റെ ഹസ്ബൻഡൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ കയറി. ഉമ്മ പറഞ്ഞു തട്ടുകടയിലത്തെ ഫുഡ് മതിയെന്ന്. അങ്ങനെ പൊറാട്ടയും, കാരണം കുറച്ച് ലേറ്റ് ആയല്ലോ, പൊറാട്ടയും നല്ല ചെമ്മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ഒക്കെ വാങ്ങിയിട്ട് നല്ലോണം അതങ്ങ് അടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞ്, ഉമ്മക്കും അത് മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പൊറാട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്താനായിട്ടോ. വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപ്പയും താത്തൻ്റെ ഹസ്ബൻഡും ഇതാ പുറത്ത് തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. ഉപ്പാക്കുന്ന പോയിട്ട് ഉപ്പനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. മക്കളെല്ലാം പെട്ടിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുക കേട്ടോ. പെട്ടിയപ്പം പൊളിക്കും എന്നുള്ളതിൽ ഒക്കെ ലീക്കാക്കി പോണതാ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.